നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം അതുപോലെ അവലൊക്കെ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ആ നെയ്യ് ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. അതൊന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം 250 ml കപ്പിന് ഒരു കപ്പോളം ഉണ്ടാവേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ആവുന്ന രീതിയിൽ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയേ. തേങ്ങ ഇപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 250 ml കപ്പിന് തന്നെ ഒരു കപ്പോളം അവിലാട്ടോ എടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളറിലുള്ളതോ ഏത് കളറിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് അങ്ങനെ കട്ടില്ലാത്ത നൈസായിട്ടുള്ള ടൈപ്പിലുള്ള അവലെടുക്കാം കേട്ടോ, ഏറ്റവും നല്ലത്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അവലും ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ അവലും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതും കൂടെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ കണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ ഡയറക്റ്റായി ആഡ് ചെയ്ത് കൊടുത്തത് നല്ല ശർക്കര ആയതുകൊണ്ട്, അങ്ങനെ മണ്ണും ചെലൊന്നുമില്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ വേസ്റ്റൊക്കെ ഉള്ള ടൈപ്പ് ശർക്കരയാണ് കയ്യിലുള്ളത് എന്ന് വെച്ചാൽ നമ്മളൊന്ന് അരിച്ചതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ ശർക്കര ഒന്ന് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്ക് ആ ശർക്കര നന്നായിട്ടങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ലാസ്റ്റിൽ മധുരം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അധികം മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ആ ശർക്കര ഫുള്ളായിട്ട് മെൽറ്റായിട്ട് ഒന്നിങ്ങനെ തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാവണം. ആ നേന്ത്രപ്പഴം തന്നെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടി ഇല്ലേ, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുക്കാൻ കുറച്ചൊരു തിക്ക് വേണമല്ലോ, അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു പൊടിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയേ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ ആക്കിയെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ബോൾസാക്കി എടുക്കാനൊക്കെ കഴിയും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്കതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയുടെ മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം മൈദപ്പൊടി കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് മാവ് വേണ്ടത്. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിക്കാവാനും പാടില്ല. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി
ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നമുക്കിത് നല്ല ബോൾസ് ആക്കി എടുക്കണം. നല്ല പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഉരുട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് നല്ലൊരു ബോൾസ് ആയിട്ട് തന്നെ കിട്ടും. പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ചൂടാക്കി എടുക്കണേ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിങ്ങനെ ആ ഒരു മാവിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഞാനൊരു 4 കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി താഴ്ഭാഗം ഏകദേശം ഒന്നിങ്ങനെ സെറ്റായിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്കിതിങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലൊക്കെ ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം ഒന്നായി വന്നപ്പോൾ ഞാൻ അതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അവൽ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.